കൃപാസനം പത്രം ജൂൺ 2026 പാർട്ട് 3. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്നുള്ള ലിജി ബോബന്റെ സാക്ഷ്യം. മക്കളെയും കൂട്ടിവാ, മാതാവ് വിളിച്ചു. ഓട്ടിസമുള്ള കുഞ്ഞുങ്ങളിൽ ഉണ്ടായ അത്ഭുത ദൈവിക ഇടപെടൽ. എന്റെ ഇരട്ടകളായ 2 കുട്ടികളും ഓട്ടിസം ബാധിച്ചവരാണ്. കൃപാസനത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും മക്കൾ സുഖമില്ലാത്തവരായതിനാലും വളരെ അഗ്രസീവായതിനാലും അവരെ വീട്ടിൽ നിർത്തി ഞാനും മമ്മിയും കൂടി കൃപാസനത്തിൽ വരാമെന്ന് കരുതി ഞാൻ മാതാവിനോട് പിള്ളേരെയും കൊണ്ട് അത്രയും ദൂരം വരാൻ പാടാണ്, ഞാനും മമ്മിയും കൂടി ഫസ്റ്റ് വരാമെന്ന് പറഞ്ഞു. ഞാൻ ജപമാലയും ചൊല്ലി വണ്ടിയിൽ പോകുമ്പോൾ മാതാവ് നീ നിന്റെ മക്കളെയും കൂട്ടി വാ എന്ന് പറയുന്നതായി കേട്ടു. ഞങ്ങൾ എല്ലാവരും കൂടി കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ മക്കളെ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം മുതൽ വീട്ടിൽ സഞ്ചാരി മാതാവിന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു തുടങ്ങി. അതിനുശേഷം മക്കൾക്ക് പെട്ടെന്ന് സുഖമില്ലാതായി ന്യൂറോ സർജനെ കാണിച്ചപ്പോൾ പറഞ്ഞത് ഇവർക്ക് ഓട്ടിസം ഇല്ല, തൽക്കാലം സ്ലീപ്പിംഗ് പിൽസ് തരാമെന്നാണ്. മക്കൾക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല, വളരെ ശാന്തരായി ഇരിക്കുന്നു. ഗ്രീസിൽ നിന്നുള്ള ജെയ്സന്റെ സാക്ഷ്യം. ജീവിക്കാൻ ഒരു മാർഗമില്ലാതെയാണ് കൃപാസനത്തിൽ കയറുന്നത്. ഉടമ്പടിയിലെ വളർച്ച കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാതായപ്പോഴാണ് ഞങ്ങൾ കൃപാസനത്തിൽ വരുന്നത്. പല ജോലികളും ബിസിനസ്സും ഒക്കെ ചെയ്ത് ഞാൻ പരാജയപ്പെട്ടു പോയി. എന്റെ 2 കൈക്കും ടെന്നീസ് എൽബോ ആയിരുന്നത് കൊണ്ട് ജോലിക്ക് പോകുന്നതിനോ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ പോകാനോ കഴിഞ്ഞിരുന്നില്ല. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന്റെ ഫലമായി എനിക്ക് യൂറോപ്പിൽ ഷെഫായി ജോലി ലഭിച്ചു. പല രാജ്യക്കാരുടെ ഇടയിൽ മലയാളിയായി ആകെ ഉണ്ടായിരുന്നത് ഞാൻ മാത്രമായിരുന്നു. നഴ്സായ ഭാര്യയ്ക്ക് 9 വർഷത്തോളം ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിലും ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി അത്ഭുതകരമായി ഇറ്റലിയിൽ ജോലി ലഭിച്ചു. ഉടമ്പടിയിലുള്ള വളർച്ച നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ആ ഒരു ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്തതിന്റെ ഫലമായി ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുപോലെ അമർത്തി കുലുക്കി ദൈവം മടിയിലേക്ക് ഇട്ടു തന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള നീതുവിന്റെ സാക്ഷ്യം. കുഞ്ഞിനൊരു കിഡ്നി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു. പിന്നെ നടന്നത്, ഞാൻ 2022 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം കുടുംബമായിട്ട് UK പോയി. അവിടെ ഹോം കെയറായി ജോലി ചെയ്യുന്ന ഞാൻ 2ാമത് പ്രഗ്നന്റ് ആയി. ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന്റെ വലത്തെ കിഡ്നി കാണുന്നില്ല എന്ന് പറഞ്ഞു. ഇനി അത് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഉടമ്പടി തൈലം വയറിൽ പുരട്ടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന്റെ ഫലമായി ഡെലിവറി കഴിഞ്ഞ് പിറ്റേ മാസം സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് 2 കിഡ്നിയും ഉള്ളതായി കാണാൻ സാധിച്ചു. ആലപ്പുഴയിൽ നിന്നുള്ള ഡോക്ടർ കൃപാകൃഷ്ണന്റെ സാക്ഷ്യം. ഉടമ്പടി പുതുക്കുന്ന ക്ലാസ്സിൽ അലസമായിരുന്നപ്പോൾ പുറകിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് വന്ന് ഒരു പേപ്പർ കഷ്ണം തന്നു. ശേഷം നടന്നത്, എനിക്ക് 7 വർഷമായി കുട്ടികളില്ലായിരുന്നു. ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് വാല്യൂ കുറവായിരുന്നതിനാൽ കുട്ടികൾ ഉണ്ടാകാൻ താമസിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. 3ാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അലസമായി ക്ലാസ്സിലിരുന്ന എനിക്ക് എന്റെ പുറകിലിരുന്ന ഒരാൾ ഒരു പേപ്പർ കഷ്ണം തന്നു. അതിലൊരു വചനമായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്ന് ബൈബിൾ തുറന്ന് ഈ വചനം നോക്കിയപ്പോൾ കണ്ടത് അലസത കൂടാതെ ഇരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്നായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. ഞാൻ ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ പ്രഗ്നന്റ് ആയി. ടെസ്റ്റ് ചെയ്തപ്പോൾ ട്വിൻസ് ആണെന്നറിഞ്ഞു. പിന്നെ ബ്ലീഡിംഗ് ഉണ്ടായി. അതിലൊരു കുട്ടിയെ നഷ്ടമായി. 2ാമത്തെ കുട്ടിയെയും നഷ്ടമാകുന്ന അവസ്ഥയിൽ ഞങ്ങളുടെ സുഹൃത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ ഒരു ലോക്കറ്റ് തരികയും വെഞ്ചരിച്ച തേൻ കഴിക്കാൻ പറയുകയും ചെയ്തു. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. തിരുവനന്തപുരത്തു നിന്നുള്ള ഷെമിയുടെ സാക്ഷ്യം. കോടതിയിൽ കയറിയിറങ്ങി നടന്നിട്ടും തീരുമാനമാകാത്ത വിഷയത്തിന്മേൽ ഉടമ്പടിയിൽ ഉടനടി തീരുമാനമുണ്ടായി. ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം എന്റെ ജോലിയിലൂടെ വലിയ വലിയ ഇൻസെന്റീവുകൾ കിട്ടുകയും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറാനും സാധിച്ചു. കൂടാതെ എന്റെ ഭർത്താവിന് 10 വർഷത്തോളമായി വസ്തു സംബന്ധമായ ഒരു കേസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരിക്കലും വിധി വരില്ലായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി കേസ് അനുകൂലമായി വരികയും ലീഗലി പരിപൂർണമായി ക്ലിയർ ആവുകയും അവർ പൂർണ്ണമായും കേസ് പിൻവലിക്കുകയും ചെയ്തു. വസ്തു വിൽക്കാനും വലിയ തടസ്സമായിരുന്നു. ഞാൻ വെഞ്ചരിച്ച ഉപ്പ് ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സ്ഥലം വിൽക്കുന്നതിനും പുതിയ സ്ഥലം വാങ്ങി അവിടെ വീട് പണി ആരംഭിക്കുന്നതിനും സാധിച്ചു.
കൂടാതെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകന് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ ഫലമായി 93% മാർക്കോടുകൂടി എക്സാം പാസ്സാകാൻ സാധിച്ചു. കോട്ടയം ഇളംകുളത്ത് നിന്നുള്ള എലിസബത്തിന്റെ സാക്ഷ്യം. വിസിറ്റിംഗ് വിസ മാതാവിന്റെ മുമ്പിൽ കാണിച്ചിട്ട് വർക്ക് വിസ ആക്കി തരണമെന്ന് പറഞ്ഞു. പ്രത്യക്ഷീകരണ സമയം 2:30 മാതാവ് ചെയ്ത അത്ഭുതം. 2024 നഴ്സിംഗ് പാസ്സായ ശേഷം വിദേശത്ത് പോകുന്നതിനുള്ള ആഗ്രഹവുമായി ഞാൻ OET പഠിക്കാൻ പോയി. ഞാൻ ഉടമ്പടി പുതുക്കി വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് എക്സാം എഴുതി പാസ്സായി. അതിനുശേഷം UK നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പായി. UK നഴ്സുമാരെ എടുക്കാത്ത സ്ഥിതിയായി. ആ സമയം UK ഉണ്ടായിരുന്ന എന്റെ ബ്രദർ എക്സാം എക്സ്പയർ ആയി പോകുന്നതിന് മുമ്പ് പിൻ നമ്പർ എടുക്കാൻ വിസിറ്റിംഗ് വിസയിൽ കയറി വരാൻ പറഞ്ഞു. ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ മാതാവിനെയാണ് കിട്ടിയത്. എന്റെ പാസ്പോർട്ട് മാതാവിന്റെ രൂപത്തിനടിയിൽ വെച്ച് ഞാൻ വിസിറ്റിംഗ് വിസയിലാണ് കയറി പോകുന്നത്, തിരിച്ചു വരുമ്പോൾ വർക്ക് വിസയുടെ സ്റ്റാമ്പ് അടിച്ച് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റണമെന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി UK ചെന്ന് എക്സാം എഴുതി പാസ്സാവുകയും ജോലി ലഭിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് നിന്നുള്ള അൽഗയുടെ സാക്ഷ്യം. ഞാൻ ഉറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു പ്രകാശം മുറിയിൽ വന്നു. മാതാവിന്റെ മുഖം ചുമരിൽ തെളിയുന്നത് കണ്ടു. അതൊരു അടയാളമായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഫൈനൽ ഇയറിന് ഒരു പേപ്പർ പാസ്സായില്ല. ഞങ്ങൾ വളരെയധികം വിഷമത്തിലായി. ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ചെയ്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം റീവാലുവേഷന് കൊടുത്തു. പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. റീവാലുവേഷന് റിസൾട്ട് വരാൻ ഒരുപാട് താമസിച്ചു. PGക്ക് അഡ്മിഷൻ എടുത്തു. റിസൾട്ട് വരാൻ താമസിക്കുന്നതിനാൽ ഞാൻ വളരെയധികം വിഷമിച്ച് രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന സമയത്ത് മുറിയിൽ പെട്ടെന്ന് ഒരു ബ്രൈറ്റ് ലൈറ്റും മാതാവിന്റെ മുഖം ഭിത്തിയിൽ തെളിയുന്നതായും കണ്ടു. 2 ദിവസം കഴിഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് എനിക്ക് ലഭിക്കാൻ പോകുന്ന മാർക്ക് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു. ആ മാർക്ക് തന്നെ എനിക്ക് ലഭിച്ചു. ചേർത്തലയിൽ നിന്നുള്ള ഷീജാമോളുടെ സാക്ഷ്യം. ഉടമ്പടിയിൽ എനിക്കും കുഞ്ഞിനും ലഭിച്ചത് അത്ഭുത സംരക്ഷണം. എന്റെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ ഞാൻ ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. 14 വർഷം കഴിഞ്ഞ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഉണ്ണീശോയെ പോലെ ഒരു കുഞ്ഞിനെ കൂടി വേണമെന്നും 93 കിലോയുള്ള എന്റെ വെയിറ്റ് കുറയണമെന്നും ഒരു ഭവനം വേണമെന്നും നിയോഗം വെച്ചു. ഉടമ്പടി എടുത്ത് ചെന്നതിന്റെ അന്ന് തന്നെ ജിമ്മിൽ പോകുന്ന ഒരു കുട്ടിയെ പരിചയപ്പെട്ടു. അന്ന് തന്നെ പോയി ജിമ്മിൽ ജോയിൻ ചെയ്തു. 2 മാസം കഴിഞ്ഞ് ഞാൻ 63 കിലോയായി. എന്റെ പീരിയഡ്സും റെഗുലർ അല്ലായിരുന്നു. ഒരു ദിവസം നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ 7 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് എന്റെ വയറ്റിലുണ്ടെന്ന് പറഞ്ഞു. 7 മാസം ഞാൻ പ്രഗ്നന്റ് ആണെന്നറിയാതെ ജിമ്മിൽ പോയിട്ടും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ ഒരു കുഴപ്പവും കൂടാതെ കുഞ്ഞ് വയറ്റിൽ വളർന്നു. പിന്നെ ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി പുതുക്കി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ അനുഗ്രഹം വാങ്ങിപ്പോയി. അതിനുശേഷം ആരോഗ്യമുള്ള ഉണ്ണീശോയെ പോലെ ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കൂടാതെ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ഭവനം നൽകി അനുഗ്രഹിച്ചു. മലപ്പുറത്ത് നിന്നുള്ള സരസന്റെ സാക്ഷ്യം. കയറിക്കിടക്കാൻ ഇടമില്ല മാതാവേ എന്ന് പറഞ്ഞപ്പോൾ 3-ാം ദിവസം ഗൾഫിൽ നിന്നൊരു കോൾ വന്നു. ശേഷം നടന്നത്. ഒരു വൃദ്ധസദനത്തിൽ ശുശ്രൂഷകനായി ജോലി ചെയ്യുന്ന സമയത്താണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തെങ്കിലും അവിടെ ഇരുന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. മാതാവെ, ചെന്ന് കയറാൻ ഒരു ഭവനം പോലും ഇല്ലാത്ത എന്നെ ബന്ധുമിത്രാദികൾ വെറുപ്പോടും വിദ്വേഷത്തോടും കൂടിയാണ് കാണുന്നത്. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് മാതാവിനോട് കരഞ്ഞു ചോദിച്ചു. 3-ാം ദിവസം ഗൾഫിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് നിങ്ങൾ ഇനി അവിടെ നിൽക്കേണ്ട, എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ പറഞ്ഞു. അതിനുശേഷം സുഹൃത്ത് നാട്ടിൽ വന്നപ്പോൾ എനിക്ക് സ്വന്തമായ ഒരു ഫ്ലാറ്റ് വാങ്ങി തരികയും അതിനകത്തെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരികയും യാത്ര ചെയ്യാൻ ഒരു സ്കൂട്ടി വാങ്ങി തരികയും ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. തൃശൂർ വാഴക്കോടിൽ നിന്നുള്ള പാർവതിയുടെ സാക്ഷ്യം. കൃപാസനം പത്രം 3 തവണ വായിച്ചപ്പോൾ എനിക്ക് ഇങ്ങോട്ടുള്ള വിളി കിട്ടി. അതെന്റെ ജീവിതത്തിന്റെ ഗതി മാറ്റിമറിച്ചു. ഞാൻ 8 വർഷമായി സോറിയാസിസ് എന്ന അസുഖം മൂലം ക്ലേശിക്കുകയായിരുന്നു. ശരീരം മുഴുവൻ വ്രണങ്ങളും ചൊറിച്ചിലുമായിട്ട് കാൽ വിണ്ടുപൊട്ടി നിലത്ത് വയ്ക്കാൻ പോലും ആകാതെ 4 മാസത്തോളം കിടപ്പിലായി. 2 കൈകളും ചുരുണ്ടുപോയി. ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയി ചികിത്സിച്ചെങ്കിലും ഫലമില്ലായിരുന്നു. എനിക്ക് കിട്ടിയ ഒരു കൃപാസനം പത്രം 3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞപ്പോൾ കൃപാസനത്തിൽ വരാൻ തോന്നുകയും കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി പൂർണ്ണ സൗഖ്യം ലഭിച്ചു. തമിഴ്നാട് കന്യാകുമാരിയിൽ നിന്നുള്ള വാർഡിന്റെ സാക്ഷ്യം. മരുന്നുകൾ കൂടിയിട്ടും രോഗശമനമില്ലെങ്കിൽ ഉടമ്പടി വസ്തുക്കൾ വിശ്വസിച്ച് പ്രയോഗിക്കാം.
എനിക്ക് 5 വർഷമായി കടുത്ത നടുവേദന മൂലം അല്പനേരം പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ L4 ഡിസ്ലൊക്കേറ്റ് ആണ്, 1 മാസം മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. മരുന്ന് കഴിച്ചിട്ട് ഒരു മാറ്റവുമില്ല. പിന്നെയും 2 ആഴ്ച കഴിക്കാൻ വേറെ മരുന്ന് തന്നു. എന്നിട്ടും മാറ്റമില്ലാതായപ്പോൾ സർജറി വേണമെന്ന് പറഞ്ഞു. പിന്നെ ഹോമിയോയിൽ കാണിച്ചിട്ടും കുറവില്ലായിരുന്നു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പൂർണ്ണ സൗഖ്യം ലഭിച്ചു. 3 വർഷമായി യാതൊരു കുഴപ്പവുമില്ല. ചെന്നൈയിൽ നിന്നുള്ള റെക്സിന്റെ സാക്ഷ്യം. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഭൂമിയാണെന്നറിഞ്ഞ് ചെന്നൈയിൽ നിന്ന് കൃപാസനത്തിലെത്തിയ എന്റെ കുടുംബത്തിന് ഉടമ്പടി വഴി ലഭിച്ച വലിയ കൃപ. എന്റെ ഭാര്യയ്ക്ക് 10 വർഷമായി തൈറോയിഡിന്റെ അസുഖമുണ്ടായിരുന്നു. ദിവസവും ഗുളിക കഴിക്കുകയും 6 മാസത്തിലൊരിക്കൽ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യുകയും ചെയ്യണമായിരുന്നു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഭാര്യയ്ക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. കൂടാതെ എന്റെ മകന് BE ഇലക്ട്രോണിക്സ് പാസ്സായ ശേഷം ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് ശ്രമിച്ചുവെങ്കിലും ഒന്നും ശരിയാകുന്നില്ലായിരുന്നു. 2025 ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അത്ഭുതകരമായ ഡിസംബർ 7 മാതാവിന്റെ പ്രത്യക്ഷീകരണ ദിവസം തന്നെ ജോലിക്കുള്ള കോൾ വരികയും പഠിച്ച ജോലി തന്നെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു.